ഫെബ്രുവരി 29. 4 വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന ഒരു അധിക ദിവസം നോക്കാം വിശദമായി. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഫെബ്രുവരി 29. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അതിവർഷം ബോണസായി ലഭിച്ച ഈ അധിക ദിവസം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള തിടുക്കത്തിലാണ് ലോകം. പക്ഷെ മറ്റെല്ലാ മാസങ്ങളിലും 30-31 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരിയിൽ മാത്രം എന്താണ് ദിവസങ്ങളുടെ എണ്ണം 28 ആയി പോയത്? ഇത് എല്ലാവർക്കും തോന്നുന്ന ചോദ്യമാണ്. അതുപോലെ എന്തുകൊണ്ടാണ് ചില വർഷങ്ങളിൽ അധിക ദിവസമായി ഫെബ്രുവരി 29 എത്തുന്നത്? നോക്കാം വിശദമായി. ഫെബ്രുവരി 30 ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതാദ്യം അറിയാം. ഫെബ്രുവരി 30 ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 30 ദിവസമുള്ള 5 മാസവും 31 ദിവസമുള്ള 7 മാസവും ഉണ്ടാകും. അതോടെ മൊത്തം 367 ദിവസമാകും കലണ്ടറിൽ. എന്നാൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങാനെടുക്കുന്ന സമയം 365,24,719 ദിവസങ്ങളാണ്. ഈ കണക്കിലെത്തിക്കാനായി ഫെബ്രുവരിയിൽ നിന്ന് ദിവസങ്ങൾ കുറച്ച് 28 ആക്കി നിജപ്പെടുത്തി. ഫെബ്രുവരി മാസം 28 ദിവസമാക്കിയതോടെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങാനെടുക്കുന്ന സമയത്തിൽ 0.24,219 ദിവസത്തിന്റെ കുറവ് വരും. ഈ കുറവ് നികത്താൻ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ ഒരു ദിനം കൂടി ചേർത്ത് 29 ദിവസമാക്കി ആ കുറവും പരിഹരിച്ചു. ഗ്രിഗോറിയൻ കലണ്ടറിന് മുമ്പുണ്ടായിരുന്നത് റോമൻ കലണ്ടർ ആയിരുന്നു. റോമൻ കലണ്ടറിൽ 10 മാസമാണ് ഉണ്ടായിരുന്നത്. 30 ദിവസത്തിന്റെ 6 മാസവും 31 ദിവസത്തിന്റെ 4 മാസവുമായിരുന്നു ആദ്യം കലണ്ടറിൽ. അങ്ങനെ മൊത്തം 304 ദിവസമാണ് ഉണ്ടായിരുന്നത്. കലണ്ടറിൽ മൊത്തം വരുന്ന ദിവസങ്ങളുടെ സംഖ്യ ഇരട്ടയാകുമെന്നത് ദുർഭാഗ്യമായാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ലൂണാർ വർഷവുമായി ഒത്തുപോകാൻ റോമൻ രാജാവായ നുമ്മ പോംപിലേസ് 10 മാസത്തിനൊപ്പം ജനുവരിയും ഫെബ്രുവരിയും കൂട്ടിച്ചേർത്തു. അതോടെ ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം 366 ദിവസമായി. ഏതെങ്കിലും ഒരു മാസത്തിൽ നിന്ന് ഒരു ദിവസം കുറച്ചാലേ 365 ദിവസമാകുകയുള്ളൂ. അങ്ങനെ ഒരു മാസത്തിൽ ഒരു ദിവസം ഒഴിവാക്കാൻ തീരുമാനിച്ചു. മരിച്ചവരെ ആദരിക്കാൻ തെരഞ്ഞെടുത്ത ഏറ്റവും ദുശകുനം പിടിച്ച മാസമായിരുന്നു ഫെബ്രുവരി. അങ്ങനെ ഫെബ്രുവരിയിൽ നിന്ന് തന്നെ ഒരു ദിവസം കുറയ്ക്കാൻ തീരുമാനമായി. അങ്ങനെയാണ് ഫെബ്രുവരി 28 ദിവസം വരുന്നത്.